ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടിനുള്ള ഒരു ആൻസറായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയും അഗ്ലോണിമ പ്ലാന്റിൻ്റെ കെയറിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയതായിട്ട് ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് ഇപ്പോഴും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാം, ഒരുപാട് പേര് അഗ്ലോണിമ പ്ലാന്റ് എങ്ങനെയാണത് കറക്റ്റ് പോട്ടിംഗ് ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരും എപ്പോഴും എന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ കയ്യിലൊരു പ്ലാന്റ് കിട്ടിയാൽ അതെങ്ങനെ പോട്ട് ചെയ്യണം, അതുപോലെ ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതുപോലെ റൂട്ടഡ് പ്ലാന്റിന് നമ്മൾ എന്തൊക്കെ പോട്ടി മിക്സ് കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നല്ലൊരു ബെസ്റ്റ് ഫെർട്ടിലൈസർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോസും ഏതൊക്കെ പ്ലാൻസാണ് നമ്മളടുത്ത് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളതെന്നൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ എന്ന് ചെയ്തതാണ് എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 1 വീക്ക് മുന്നേ ഒക്കെ ഉള്ളതാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള പ്ലാന്റ് ആയിരിക്കും. അല്ലാതെ ഒരു 3 മാസം മുന്നേ അല്ലെങ്കിൽ 6 മാസം മുന്നേ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഒന്നും ചിലപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് എന്ന് ചെയ്തതാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മെസ്സേജ് അയക്കാൻ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തൈകളൊക്കെ ഒരുപാട് വരാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ടല്ലോ, ഏറ്റവും വലിയ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കത്തി എടുത്തിട്ടുണ്ട്. അതിൽ സാഫ് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന കത്തി നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കുക. ഇതിനായിട്ട് ഒരു കത്തിയോ ബ്ലേഡോ അതിനായിട്ട് തന്നെ മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിൽ ഒരുപാട് റൂട്ടുകൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നോഡ് കറക്റ്റായിട്ട് നോക്കിയിട്ട്, വേര് വരുന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പോട്ടിലേക്ക് നമുക്ക് പോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗത്ത് ഇനിയും ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പീസാക്കിയിട്ട് നമുക്ക് വേറെ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് തൈകളും കിട്ടും കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് മാത്രം എങ്ങനെയാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സാഫ് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത താഴ്ഭാഗത്തും അത് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തും നമ്മളിത് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു കട്ട് ചെയ്ത ഭാഗം അഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മളിത് പോട്ട് ചെയ്യാൻ. പിന്നെ ഞാനിതാ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോട്ടി മിക്സ് ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ കൊക്കോ പീറ്റാണ്. നമുക്ക് കൊക്കോ പീറ്റിന് പകരം മണൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരിക്കലും മണ്ണ് യൂസ് ആക്കരുത്. ഇതുപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ കൊക്കോ പീറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മണലുണ്ടല്ലോ, പുഴയിൽ നിന്ന് കിട്ടുന്ന മണൽ, അതായാലും നമുക്ക് നന്നായിട്ട് വേരൊക്കെ വേഗം വരും. അപ്പോൾ ഇങ്ങനെ കൊക്കോ പീറ്റ് എടുത്തതിന് ശേഷം അതിൽ കുറഞ്ഞ അളവിൽ സാഫ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ, വേറെ ഒന്നും ഇതിൽ ചേർക്കരുത്, വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും. ഇതുപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് വേഗം റൂട്ടും വരാറുണ്ട്. അപ്പോൾ ഞാൻ റൂട്ട് വന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതിലേക്ക് പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്നൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. എനിക്ക് എന്താ ഈ ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്താൽ ശരിക്കും അങ്ങോട്ട് ഒന്നും കറക്റ്റായി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാഫൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പ്ലാന്റ് അങ്ങനെ ഇളകി പോവാതെ അവിടെ സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് എന്താ പറയുക, ഇളകാത്ത ഒരു അധികം വേറെ കുഴപ്പങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒരു ഷെയ്ഡഡ് ഏരിയയിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കൊക്കോപീറ്റിലാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൊക്കോപീറ്റിൻ്റെ ചെറിയ നനവ് അതിലുണ്ടാവും. കൊക്കോപീറ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി കഴിഞ്ഞിട്ടാണല്ലോ നമ്മളത് എടുക്കുക. അപ്പോൾ ആ ഒരു നനവിൽ തന്നെ അത് പ്ലാന്റ് ഇരുന്നോളും. പിന്നെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നനവൊക്കെ പോകുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പോട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണോ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തൊരു പ്ലാന്റാണ് ഈ ഒരു ജയ്പോങ് റെഡ്. അപ്പോൾ ജയ്പോങ് റെഡൊക്കെ നമുക്ക് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇതുപോലെ പ്ലാന്റ് റൂട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് അല്ല ഈ ഒരു ജയ്പോങ് റെഡ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് മണലും ചകിരിച്ചോറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോഴും ഞാൻ മണ്ണ് യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് മണൽ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചകിരിച്ചോറും. അപ്പോൾ ഇതിൽ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേര് ഇളക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത്രയും വേര് ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഞാൻ വെച്ച് കൊടുത്ത പ്ലാന്റാണ്. ഇതിൻ്റെ അടിഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം വന്ന റൂട്ടുകളാണ്, പുതിയ വേരുകളാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റ് ഞാനിങ്ങനെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ ഇത് ചട്ടിയോടെ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ടായി കിടക്കുമായിരുന്നു. അടിയിൽ നിന്ന് വേരും ഒക്കെ പുറത്തായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ വേരൊക്കെ വന്ന് നിങ്ങളെ കാണിക്കാറായി. പിന്നെ അതിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഇതും ചട്ടിയിൽ നിന്ന് പുറത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ അതും ഞാനിതുപോലെ കൊക്കോപീറ്റിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ അതാ ചെറിയ മുളപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു റൂട്ടഡ് ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റിനെ നമുക്കൊന്ന് റീപോർട്ട് ചെയ്യണം. കാരണം അതിൽ നമ്മൾ ഫെർട്ടിലൈസറോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതാ 1 കപ്പ് മണലാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ചട്ടിയിൽ ഒരു ചട്ടി മണൽ എടുത്തിട്ടുണ്ട്. നമുക്ക് പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന മണലുണ്ടല്ലോ, അതാണ് ഇത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് രണ്ടും കുറഞ്ഞ അളവിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ മിക്സ് ആക്കി എടുത്തതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റ് മാത്രമാണെങ്കിൽ അത് മാത്രം മതി. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. അതും 1 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണാണ്. മണ്ണ് നമുക്ക് കുറഞ്ഞ അളവിൽ, ഇത്രയും നമ്മൾ മറ്റേത് എടുത്ത അത്രയും അളവിൽ മണ്ണ് ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മണ്ണിൽ തന്നെ കുറഞ്ഞ അളവിൽ മണലൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മണ്ണാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതും കൂടെ ഞാനൊരു 3/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 4 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിന് വേണ്ടത് സാഫാണ് കേട്ടോ. സാഫ് എന്തായാലും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. ഒരിത്തിരി ചേർത്താൽ മതി, പക്ഷേ നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലാന്റ് വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ബസാക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. നല്ല അടിപൊളി ഫെർട്ടിലൈസറാണ്, പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ കാണുന്ന അത്രയൊന്നും ഈ ഒരു പോട്ടി മിക്സിലേക്ക് വേണ്ട. ഒരു 10-12 മണികളോളം മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 പോട്ടിലേക്കുള്ളതുണ്ട്. ഒരു ചെറിയ 2-3 ചട്ടികളിലേക്കുള്ള ഒരു പോട്ടി മിക്സ് ഇതുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇത്രയും ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു സാഫും കൂടെ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബസാക്കോട്ട ഫെർട്ടിലൈസർ നമ്മളെ അടുത്തുനിന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പോട്ടി മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്.
പിന്നെ നമുക്ക് പെർലൈറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും സൈസുള്ള പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെയാണ് അടിയിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പമുള്ള പോട്ട് മാത്രം മതി ഇപ്പോൾ. ഇനി ആ പ്ലാന്റ് നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് തുടങ്ങി പോട്ട് നിറയുന്നതിനനുസരിച്ച് നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ അതിലിതാ പോട്ടി മിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചളവിൽ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ടൊരു കുഴിയാക്കിയിട്ട് നമ്മളിതിൻ്റെ വേരിനൊന്നും ഡാമേജ് വരാത്ത വിധത്തിൽ വേണം ഇതിനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പോട്ടി മിക്സിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഗ്ലോണിമ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടും ബുഷി ആയിട്ടൊക്കെ വളരും. പിന്നെ നമുക്ക് ഈ ഒരു ബസാക്കോട്ട ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 6 മാസത്തിന് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു 3-4 മണികൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ പ്ലാന്റ് വെച്ചിട്ട് ബാക്കിയുള്ള പോട്ടി മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പ്ലാന്റ് ഇളകാത്ത രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ റൂട്ടിൻ്റെ കുറച്ച് ഭാഗം മുകളിലേക്ക് കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റെം ഒരുപാട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലാന്റ് അഴുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.